ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ ഒരു ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന ഒരു പടമാണ് കണ്ണപ്പ. ഇപ്പോൾ 2 days മുമ്പ് അതിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടിരുന്നു. ട്രെയിലറാണോ ടീസറാണോ? ശരി, ട്രെയിലർ. അപ്പോൾ നമ്മൾ കണ്ടിരുന്നു. ചെറിയ റോളിലേ ഉള്ളൂ, 10-20 മിനിറ്റ് നേരെ സമയമുള്ളൂ എന്ന് കേട്ട്. പക്ഷേ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. ആ ലുക്ക് കണ്ട് നമ്മൾ ധരിച്ചിട്ടുണ്ട്. ശരി, വെയിറ്റ് ചെയ്യുന്നൊരു മൂവിയാണ്. ഗൃഷഭ എന്നൊരു പാൻ ഇന്ത്യൻ മൂവി ഉപേക്ഷിച്ചെന്ന് കേട്ടപ്പോൾ ഒരുപാട് വിഷമിച്ചു. കാരണം ഒരുപാട് നാള് വെയിറ്റ് ചെയ്തിരുന്നൊരു മൂവി ആയിരുന്നത്. അപ്പോൾ അത് ഉപേക്ഷിച്ചു. പ്രൊഡ്യൂസറായിട്ട് എന്തൊക്കെ വിഷയം കാരണം, ബിഗ് ബഡ്ജറ്റാണ് കാരണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിനുശേഷം ലാലേട്ടൻ്റെ ഒരു ഗസ്റ്റ് റോൾ ആയാലും നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു മൂവി തന്നെയാണ് കണ്ടപ്പോൾ. വിഷ്ണു മഞ്ജു ആണ് ഈ പടത്തിൻ്റെ നായകനായിട്ട് വരുന്നത്. മുകേഷ് സിംഗ് ആണ് ഈ പടത്തിൻ്റെ സംവിധായകൻ. ഹിന്ദു ശിവഭക്തനായ കണ്ണപ്പയുടെ ഐതിഹ്യമാണ് ഈ പടത്തിലൂടെ പറയുന്നത്. അത്യാവശ്യം ഫൈറ്റ്, ഡിവോഷണലി കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടൊരു മൂവിയാണ്. 50 പേര് വന്നാലും എതിർക്കാൻ പറ്റുള്ള കഴിവുള്ള നമ്മുടെ നായകനൊക്കെയാണ് ഈ പടത്തിൽ. ഇത് വലിയ താരനിരയോട് തന്നെ ഒരു ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു മൂവി തന്നെയാണ്. ഒരുപാട് പടങ്ങളാണ് ബിഗ് ബജറ്റിൽ വരുന്നത്. ഹിന്ദു മിത്തോളജി വെച്ചിട്ടൊരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പോൾ ഫാൻറ്റസിയാണ് അത്യാവശ്യം. നമുക്കറിയാം, ഇപ്പോൾ തെലുങ്ക് പടങ്ങളൊക്കെ പറയുന്ന സമയത്ത്, കഥ പറയുന്ന സമയത്ത് ഉണ്ടാവുന്ന ശിവഭക്തൻ കാര്യങ്ങൾ അതിലൊക്കെ ഇൻവോൾവ് ചെയ്തിട്ട് കഥ പറയുന്ന രീതി തന്നെ ഇതിന് കൊണ്ടുപോകുന്നുള്ളൂ. ഇപ്പോൾ കൽക്കിയിലായാലും മഹാഭാരത യുദ്ധം ആ പാറ്റേൺ പിടിച്ചിട്ട് ഈ കാലഘട്ടം, ഇത് 1898 വരെ നടക്കുന്ന സംഭവമാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇനി വരാൻ പോകുന്ന 1-2 പടങ്ങൾ ആ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. ലുക്കാണ്, ഒരു യുദ്ധത്തിന്റെ സീനാണ് കാണിക്കുന്നത്. അമ്പൊക്കെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നുണ്ട്. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും പടത്തിന്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഫൈറ്റിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു പടം തന്നെയാണ്. യുദ്ധം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ 1-2 സീനുകളൊക്കെ നമുക്ക് രസമായിട്ട് തോന്നി. ബാഹുബലിയുടെ ഒരു ഫീലൊക്കെ കിട്ടി എനിക്ക്. അപ്പോൾ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം ഉണ്ട്. നമ്മുടെ സ്റ്റീഫൻ ദേവസിയാണ് ഇതിൽ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചുള്ളൻ അവിടെ വരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊരു വളരെ സന്തോഷം തോന്നുന്ന ഒരാളാണ്. ആളെ അടുത്തുനിന്ന് 2 പ്രോഗ്രാമിലൊക്കെ പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ടുണ്ട്. സിമ്പിൾ മനുഷ്യനാണ്. അപ്പോൾ ആളാണ് ഈ പടത്തിൻ്റെ അത് ചെയ്യുന്നത്. പിന്നെ താരനിര എന്ന് പറഞ്ഞാൽ ചെറിയ താരനിര ഒന്നല്ല. കൽക്കിയെ പോലെ തന്നെ അക്ഷയ് കുമാർ, മോഹൻലാൽ, പ്രഭാസ് ഗസ്റ്റ് റോളാണെന്ന് എനിക്കറിയില്ല. കാസ്റ്റിങ്ങിൽ നോക്കിയാൽ പ്രഭാസിന്റെ പേരുണ്ട്. ശരത് കുമാർ, വലിയ താരനിരയാണ് ഈ പടത്തിന് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു പാൻ ഇന്ത്യ ലെവലില് വലിയ രീതിയിൽ തരംഗമാവുന്ന പോകുന്നൊരു പടമാണ്. ലാലേട്ടൻ വരാൻ പോകുന്ന പടങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള ഒരു സാധനം തന്നെ പറയാം. അത്യാവശ്യം നമുക്കറിയാം, ജയിലറിൽ വന്നത് ജസ്റ്റ് 2-3 സീനുള്ളൂ, 5 മിനിറ്റില്ല മൊത്തം. പക്ഷെ നമ്മൾ ആ സേഗും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ ത്രില്ലടിപ്പിച്ചതാണ്. ഇതിലും കണ്ട സമയത്ത് ട്രെയിലറിൽ ഒരു ജസ്റ്റ് ചെറിയ സീനിലെ കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ സീനിലെ സീരിയസ്നെസ്സും കാര്യങ്ങളും കണ്ട സമയത്ത് ആള് നമ്മുടെ നായകന്റെ ഒപ്പം നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറായി തോന്നി. ഒരു യുദ്ധത്തിന്റെ സീനിലാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. പടം ഏകദേശം 2024 തന്നെ കാണും. ഇനിയിപ്പോൾ ഈ മാസം ലാസ്റ്റില് കലിക്ക് ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ ചെറിയ ഗ്യാപ്പ് എന്തായാലും ഒരു ഇന്ത്യൻ ടൂ ഇറങ്ങാൻ കിടക്കുന്നുണ്ട്. അപ്പം അതിന് ശേഷമായിരിക്കും പടം തോന്നുന്നു. കാരണം അത്ര ആ ഷെഡ്യൂൾ കറക്റ്റ് ആവുമല്ലോ. പാൻ ഇന്ത്യ റിലീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്ര തിയേറ്ററുകൾ വേണ്ടേ. അപ്പോൾ പിന്നെ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ടും കേരളത്തിൽ എന്തായാലും നല്ല രീതിയിൽ സ്ക്രീൻസ് ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഏകദേശം അടുത്ത് തന്നെ ഉണ്ട് കാര്യങ്ങൾ. ഏകദേശം ഫൈനൽ വർക്കിലൊക്കെയാണ് എൻ്റെ A to Z കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, ഫൈനൽ വർക്കുകളിലുള്ളത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ് ലാലേട്ടൻ, ഓൾ ടീം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ഞാനിത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഒരെണ്ണപ്പോൾ വരും.